ഇത് ഏറനാടൻ ഗ്രാമം. നാട്ടുപ്രമാണിമാരും ജന്മികളും തോട്ടമുടമകളും സാധാരണ മനുഷ്യരെ അടിമകളെപ്പോലെ ചൂഷണം ചെയ്തു വന്നിരുന്ന ഇവിടെ പണിയെടുക്കുന്നവനും പാവപ്പെട്ടവനും മനുഷ്യനാണെന്നും അവനും ജീവിക്കാൻ അവകാശമുണ്ടെന്നും തെളിയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ ഏറനാടിൻ്റെ മണ്ണിൽ അത്തരം പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി ധീര രക്തസാക്ഷിത്വം വരിച്ച സഖാവ് കുഞ്ഞാലി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും നേരിനു വേണ്ടി നിതാന്തം ഒരാദർശ പേരിനു വെള്ളവും വളവുമായൂറിയോൻ. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ. പ്രിയമുള്ളതെല്ലാം ഒരു ജ്വല സ്വപ്നത്തിനൂർജമായി ഊട്ടിയോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിക്കായി പുലർന്നവൻ രക്തസാക്ഷി, രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്ന
പുലർന്നവൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി, രക്തസാക്ഷി. ആട്ടം ബാക്കി വെച്ചാൽ എന്താ ഉണ്ടാവാന്ന് എല്ലാ ചെറ്റകൾക്കും മനസ്സിലാവണം. കത്തിക്കടവളെ കൊടുക്ക്. മാറടി, മാറിക്കടി, മാറിക്കടി. വിടാൻ, വിടാൻ. സഖാക്കളെ, പാർട്ടി പറഞ്ഞത് പ്രകാരം എനിക്ക് എൻ്റെ നാടായ പയ്യന്നൂരിൽ ചെന്ന് കർഷക കൂട്ടായ്മയിൽ പങ്കുചേരണം. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല. പകരം സഖാവ് കുഞ്ഞാലിയെയാണ് ഈ നിലമ്പൂരിൽ പ്രവർത്തിക്കാൻ പാർട്ടി ഇങ്ങോട്ട് അയക്കുന്നത്. ഈ തോട്ടം മുതലാളിമാരുടെ കണ്ണിച്ചോരില്ലാത്ത പരിപാടി നമുക്ക് നിർത്തിക്കണം. ഇപ്പം കിട്ടണ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തു. ഈ കാട്ടിലെ തണുപ്പും അട്ടൻ്റെ കടിയും കൊണ്ട് എത്ര കാലം വെച്ചാൽ നമ്മൾ കഴിയുക? നമ്മൾ കൂലി കൂട്ടി തരാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്ന അപേക്ഷ ആ ഗോവിന്ദൻ ഇംഗ്ലീഷ് പറയുമ്പോൾ തലതിരിഞ്ഞു പോകുന്നുണ്ടോന്നാ എന്റെ സംശയം. കാര്യം എന്തായാലും നാളെ സഖാവ് വരുന്നുണ്ടല്ലോ, മൂപ്പർക്കാവുമ്പോ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. അതെങ്ങനെയാ സഖാവേ? കുഞ്ഞാലിക്ക് ഒളിവിലല്ലേ? സമയമാവുമ്പം സഖാവ് ഇവിടെ എത്തും. Sir, these bloody laborers want to increase their wages. It's a huge amount. The company cannot afford that. ഈ എന്ത് നാൽക്കാലിയാടോ? ഞങ്ങളുടെ നിവേദനം എങ്ങനെയാ പറയാ? What is he saying? Who are you? Mr. Williams, I am Kunyali and I am the leader of these laborers. Okay then. What's your argument? Now we are getting 6 annas. That is 2 less. So increase to 8 annas please. 8 annas? That's not a big amount. We are ready to increase it today. Thank you.
എടോ ഗോവിന്ദൻ സൂപ്പർവൈസറെ, കുറെ നാളായി നീ ആ തൊഴിലാളികളെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവൻ നിന്റെ കള്ളി വിളിച്ചു. എവിടുന്ന് പൊട്ടി വീണാവോ തെമ്മാടി? പൊട്ടി വീണതൊന്നുമല്ല, ഓൻ എക്സ് സർവീസ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടീന്റെ വലിയ സഖാവാ, ഒളിവിലാ പ്രവർത്തനം. ഓന് എന്റെ കയ്യിലെങ്ങാൻ കിട്ടിയ കിട്ടും, കിട്ടാതെ എവിടെ പോവാനാ? ഓനെയും ഓനെ പോലുള്ള സകല കമ്മ്യൂണിസ്റ്റുകളെയും ഇടിച്ച് ഞാൻ ഞാൻ താവളത്തിലേക്ക് പോട്ടെ. ഇവിടുത്തെ കാര്യത്തിന് എപ്പോഴായാലും ഞാൻ ഉണ്ടാവും. സഖാവ് സൂക്ഷിക്കണം. ആ ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം. വല്ലാത്ത ഉസിര് തന്നെയാണപ്പാ മൂപ്പർക്ക്. മൂപ്പർ ഇംഗ്ലീഷിലെ വർത്തമാനം കേട്ടപ്പോ നമ്മളെ കണ്ണെള്ളിപ്പോയി മോനെ. അന്റെ കണ്ണ് മാത്രല്ല മറ്റേ സായിപ്പിന്റെ കണ്ണ് വരെ തള്ളിയില്ലേ? അതുകൊണ്ടല്ലേ കൊറേ കാലായി ടുമ്പിൾ വിചാരിച്ച് നടക്കാത്ത കാര്യം ബെക്ക അങ്ങോട്ട് നടന്നുവിട്ടത്. അതെ, ലാൽ സലാം. ലാൽ സലാം. നിലമ്പൂരിലെ തോട്ടം മുതലാളിമാർ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് നമ്മുടെ തൊഴിലാളികളെ. നാളെ എസ്റ്റേറ്റിലെ യോഗത്തിന് ഞാൻ എത്തുന്നുണ്ട്. നിലമ്പൂരും പരിസര പ്രദേശങ്ങളിലും മറ്റും ജന്മിമാരുടെ ഡ്യൂട്ടിക്കാർ ധാരാളമുള്ളതാ. അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട, ഞാൻ എത്തിക്കോളാം. എന്നാലും ഞാൻ അധികം നിൽക്കുന്നില്ല. ആ ശരി. എടോ, തോട്ടത്തിലൊന്നും ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. നേരം വെളിച്ചമാകുമ്പോഴേക്കും പണിക്ക് ഇറങ്ങണമെന്നറിയില്ലേ? അറിയാം മുതലാളി, എല്ലാ ദിവസവും 7-ാം പുലർച്ചയ്ക്ക് തുടങ്ങി മൂന്തി ആവുന്നവരെ പണിക്കാരുണ്ടാവുന്നതാ. എന്നിട്ട് ഇന്നെന്താ ഒന്നിനെയും കാണാത്തത്? അതാ മുതലാളി ഞാനും ആലോചിക്കുന്നത്. വാറുണ്ണിയല്ലേ അവരുന്നത്? അതെ മുതലാളി. നായെ പോലെ നിന്ന് കഥയ്ക്കാതെ കാര്യം പറയും. നമ്മുടെ തൊഴിലാളികളൊക്കെ ഓം വിളിച്ചു കൂട്ടിരിക്കണം. ആര്? എന്തിന്? ആ കുഞ്ഞാലി യൂണിയൻ ഉണ്ടാക്കി എന്തോ ചെയ്യുന്നുണ്ട് പോലും. മുതലാളി, അതിനെന്താ മുതലാളി എന്നെ തല്ലുന്നേ? ഇത് നിനക്കുള്ളതല്ല, അവനുള്ളതാ. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? അത് പിന്നെ എടോ കൊശവാ, ഇനി ഒറ്റൊന്നിനെയും ഈ തോട്ടത്തിൽ കണ്ടുപോകരുത്. അതിപ്പോ എടോ, ആർത്തല എസ്റ്റേറ്റിലും മറ്റും ഓൻ തൊഴിലാളികളെ ഇളക്കി വിട്ട് യൂണിയൻ ഉണ്ടാക്കിയെന്ന് കേൾക്കുന്നുണ്ട്. ഞാനും കേട്ടു മുതലാളി. എന്നാ എന്റെ എസ്റ്റേറ്റിൽ അവന്റെ കളിയൊന്നും നടക്കൂല. ഇവിടെ ഞാൻ പറയുന്നതാണോ അവൻ പറയുന്നതാണോ നടക്കാന്ന് നമുക്കൊന്ന് നോക്കാലോ. താൻ പോയി ആ ഗേറ്റ് അടക്കടോ. ശരി, പാടാ വാറുണ്ണി. ഓ നാട്ടാരെ, ഈ ഗ്രാമം ആരുടെയും സ്വന്തമല്ല. ഓരോ മനുഷ്യനും എല്ല് വെള്ളാക്കി പണിയെടുത്താണ് കഴിയുന്നത്. അതിന്റെ ലാഭം കൊയ്യുന്നവൻ ആരാണേലും, അത് ജന്മിയാണേലും അവന്റെ കിങ്കരന്മാരാണേലും നാം എതിർക്കണം. എതിർക്കാൻ നമുക്ക് ശക്തി വേണം. ശക്തി വേണേൽ നാം സംഘടിക്കണം. പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവർ ഈ കൊടിക്കീഴിൽ അണിനിരക്കണം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. എന്താടാ തടിയനങ്ങി പണിയെടുത്തൂടെ നിനക്കൊക്കെ? തലവേദന മുതലാളി. ഇവന്റെ തലവേദന ഒന്ന് മാറ്റി കൊടുക്ക്. ഇങ്ങോട്ട് വാടാ, നിന്റെ ഒരു തലവേദന കാട്ടിത്തരാം.
അയ്യോ ഇനി ബാറിന് കാശ്. ഒരുത്തനും അനങ്ങി പോകും. തലവേദന അല്ലേ? അയ്യോ, മൊത്തത്തിൽ പണിയെടുക്കാൻ പറ്റാതെ ഉത്തരം പറഞ്ഞിട്ട് തലവേദന. അയ്യോ. അതാണ് ഇന്നത്തെ ദിവസം. അയ്യോ ഇട്ടിച്ച എടോ ഇട്ടിച്ച ഒന്നവിടെ നിക്ക്. ആരോട് ചോദിച്ചിട്ടാ നീയൊക്കെ ഈ തോട്ടത്തിൽ കയറിയത്? ഇറക്കി വിടണ അവനെയൊക്കെ. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ ഇട്ടിച്ച. തൽക്കാലം ഞങ്ങൾക്ക് പറയാനുള്ളത് കേക്ക്. എന്താ നിനക്ക് ഇത്ര പറയാനുള്ളത്? ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ കാര്യം തന്നെ. അതെ, ഈ തോട്ടത്തിന്റെ മുതലാളി ആരാ? ഈ ടിച്ചൻ. ഇവരെ ഇവിടെ പണിക്ക് വെച്ചതാരാ? അതും ഈ ടിച്ചൻ. ഇവർക്ക് കൂലി കൊടുക്കുന്നതാരാ? അതും ഈ ഞാൻ തന്നെ. എന്താ വല്ല സംശയമുണ്ടോ? അതിലൊന്നും ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ മുതലാളിയെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ആ എന്നാ പറയ്, എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നമല്ല, ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നം. ഒന്നാമതായി പകലന്തിയോളം പണിയെടുക്കുന്ന അവരുടെ ജോലി സമയം കുറയ്ക്കണം. പിന്നെ അടിമകളെ പോലെ അവരെ ചൂഷണം ചെയ്യുന്നത് നിർത്തണം. അവർക്ക് കൂലി കൂടുതൽ കൊടുക്കാൻ തയ്യാറാവണം. ഇരിക്കാൻ ഞാൻ തമാശയല്ലല്ലോ പറഞ്ഞത്. പിന്നെ തമാശയല്ലാതെ ഞാൻ നിർത്തിയ പണിക്കാർക്ക് എന്ത് കൊടുക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും ഞാൻ തീരുമാനിക്കും. അക്കാലം കഴിഞ്ഞിട്ടിച്ച. ഇപ്പൊ തൊഴിലാളികൾ അടിമകളല്ല, അവരൊറ്റക്കെട്ടാ. ഇൻകുലാബ്, സിന്ദാബാദ്, ഇൻകുലാബ്, സിന്ദാബാദ്, ഇൻകുലാബ്, സിന്ദാബാദ്, ഇൻകുലാബ്, സിന്ദാബാദ്, കാണിച്ചു തരാം. ഇൻകുലാബ്, സിന്ദാബാദ്, ഇൻകുലാബ്, സിന്ദാബാദ്, ഇൻകുലാബ്, സിന്ദാബാദ്, ഇൻകുലാബ്, സിന്ദാബാദ്. ഇൻകുലാബ്. സഖാവ് വരാൻ വൈകോ? പെരേ ചെന്നിട്ട് വേണം ചെക്കൻ ഇത്തിരി കഞ്ഞിൻ്റെ ഉണ്ടാക്കി കൊടുക്കാൻ. 2 ദിവസമായിട്ട് വല്ലാത്ത തുള്ളപ്പനിയാ. വൈദ്യരെ കൊണ്ടേ കാണിച്ചൂടായിരുന്നു. അതിന് വൈദ്യർക്ക് കൊടുക്കാൻ കയ്യില് കായ് വേണ്ടേ? അതിനാ സഖാവ് നമ്മളോട് കാത്തിക്കാൻ പറഞ്ഞേ. ഇപ്പൊ കിട്ടണ കായ് കൊണ്ട് വിഷം വാങ്ങാൻ പോലും തികയില്ല. അതിന് നിങ്ങൾ ആരും ബേജാറാവണ്ട. ഇമ്പളെല്ലാരെ വിഷമങ്ങളും നല്ലപോലെ തിരിയുന്ന മനുഷ്യനാ ഇമ്പളെ സഖാവ്. മൂപ്പര് പറഞ്ഞ സമയത്ത് തന്നെ എത്തും. ദേ വരുന്നുണ്ട്. സഖാക്കളെ, നാളെ തന്നെ നമ്മൾ ആവശ്യം മാനേജ്മെന്റിനെ അറിയിക്കണം. എല്ലാരും പണിക്കിറങ്ങുന്നതിന് മുമ്പ് ഓഫീസിന് മുമ്പിൽ എത്തുക. പണിക്കിറങ്ങാതിരുന്ന ഓര് നമ്മളെ തല്ലിക്കൊല്ലും. ആ നിങ്ങളൊന്ന് ബേജാറാവാണ്ടിരിക്കുക അമരാക്ഷമേ. ഇത്രയും കാലം ഓലിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ തല്ലിയോ പണിയെടുപ്പിച്ചിട്ടുണ്ടാവും. ഇനി അത് നടക്കൂല. നമ്മളെല്ലാരും കൂട്ടായിട്ട് നിന്നാ നമ്മളെ ആരും ഒന്നും ചെയ്യൂല. സംഘടനയാണ് ശക്തി. ഇൻകുലാബ്, സിന്ദാബാദ്, ഇൻകുലാബ്, സിന്ദാബാദ്, ഇൻകുലാബ്, സിന്ദാബാദ്, ഇൻകുലാബ്, സിന്ദാബാദ്, ഇൻകുലാബ്. സിന്ദാബാദ്. ഞാൻ വിളിപ്പിച്ചതിന്റെ കാര്യം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും കാര്യമില്ലാണ്ട് മുതലാളി വിളിപ്പിക്കില്ലെന്നറിയാം. എന്നാ കേട്ടോ, നമ്മുടെ നാട്ടില് കുറെ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഓരോ പരിപാടിയൊന്നും ഇവിടെ നടക്കൂല. അതെനിക്കറിയാം. എന്നാലും നമ്മളൊന്ന് കരുതുന്നത് നല്ലതാ. ഇവിടെ ഒരുത്തനും അനങ്ങൂല. അനങ്ങിയ ഓന്റെ കൈയും കാലും നമ്മള് തല്ലി ഒടിക്കും. കുഞ്ഞാലി എന്നാ അവന്റെ പേര്. അവൻ ആളെ കൂട്ടാൻ മെടുക്കണെന്നാ കേക്കണേ. കേരള എസ്റ്റേറ്റിലും പുന്നക്കോട് ചന്തയിലും ഓന്റെ വർത്താനം കേട്ട് ആളുകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓന്റെ കാര്യം ഞമ്മക്ക് വിട്ടേ. சாமி சாமி யாரது? என்ன காலையில வேலை பார்க்காம இங்க என்ன பண்றதுக்கு வந்த? முத்துலட்சுமி சத்தோய் போகட்டும், அதுக்கு நான் என்ன பண்றது? குயிச்சிடணும். ஆ, குயிச்சிடையோ கத்திக்கியோ என்ன வேணையிலும் செய். குயிச்சிடா സ്ഥലം വേണം. ஒரு காரியம் செய். உங்களுக்கு ஒரு நேதாவில்லையே ஆ குஞ்சாலி, அவனுக்கிட்ட கேளு. அப்போ என்ன தொந்தரவு தொந்தரவு தொந்தரவு.
അവിടെ വെക്കി. സ്വാമി, എന്നാ കുഞ്ചാലി ഇതെല്ലാം? ഈ കിടക്കുന്നത് തോട്ടത്തിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് 20 വർഷത്തോളം പണിയെടുത്തിരുന്ന തൊഴിലാളിയാണ്. ഇവരുടെ ശവദാഹത്തിന് സ്ഥലം വേണം, പിന്നെ അവരുടെ കുടുംബത്തിന് ആവശ്യമായ പണവും. അതുക്ക് ഞാൻ എന്നാ പണ്ണണം? ഞാൻ വെറും ഒരു സൂപ്പർവൈസർ താൻ. സ്വാമിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാവുന്നത് വരെ ഞങ്ങൾ ഈ ശവവുമായി ഇവിടെ ഇരിക്കാൻ പോവുക. അയ്യോ, എന്നാ കുഞ്ചാലി ഇത്? ശരി ശരി ശരി, ഞാൻ ഇപ്പൊ വരേ. இந்த பணம் கொண்டு போய் நம்ம எஸ்டேட்டுக்கு மேலே ஏதாவது எடுத்து வச்சிடுங்க. இந்தாங்க. എടുക്ക്. கடவுளே, என்ன மாதிரி மனிதனப்பா இது? அப்பப்போ. നടക്കാടെ, നടക്ക്. ഇങ്ങോട്ട് നടക്കാൻ. എന്നാപ്പ അതൊന്ന് ഉണങ്ങി കിട്ടുക. ഇതെന്താ പൈസുമ? വന്ന് ബെർഗോളിനോടായോ ഇപ്പൊ നിങ്ങളെ വർത്താനം? മനുഷ്യന്മാരായാല് ആരോടെങ്കിലും ഒന്ന് കുത്തിരുന്ന് വർത്താനം പറയണ്ടേ? അത് നേരാ. ഞാൻ ഈ ആടിനെ കെട്ടിയിട്ട് ബെക്ക് കഴിഞ്ഞിട്ട് വരാം. ആ, ഇങ്ങോട്ട് നടക്കാടെ. ഈ പച്ചവറക് അടുപ്പിൽ വെച്ച് ഊതി ഊതി മനുഷ്യന്റെ ആയുസ് കൊടുക്കും. തള്ളേ, ഓ, തള്ളെന്നെ. പക്ഷെ കുഞ്ഞാലിന്റെ തള്ളേ. ആ ഹറാം പറഞ്ഞ പന്നിന്റെ മോൻ ഇവിടെ ഇല്ലേ? അതാരാ? സഖാവ് കുഞ്ഞാലി. ആ, കുഞ്ഞാലിനെ കാണാൻ വന്നതാ? നഗരി കുത്തിരിക്ക് കുത്തിരിക്കാൻ വന്നൊന്നല്ല, കേറി തപ്പടാ. അങ്ങനെ അകത്ത് ഒളിച്ചിരിക്കാനോ സ്വഭാവം ഒന്നും എനിക്കില്ല. എല്ലാം വലിച്ചു വരി പുറത്തേക്ക് വിടറാ. ഇത് മതി. അല്ല, ഞമ്മളിതൊന്നും അകത്തേക്ക് വെച്ചോട്ടെ. ഇതുകൊണ്ട് ഞാൻ അവനെ അകത്താക്കും. ഞമ്മക്കതൊന്നും ഒരു പുതുമ അല്ലാത്തത്. കുഞ്ഞാലിക്കാരെയും കൂന്നനെയും പോലീസ് അറസ്റ്റ് ചെയ്തിക്കണ്. സഖാവിന്റെ പുരയിന്ന് പുസ്തകം കിട്ടിയിരിക്കണ പോലും. അന്നന്നത്തെ കാര്യം എഴുതി വെക്കുന്ന സ്വഭാവം സഖാവിനുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെ ഗുലുമാല ഉണ്ടാകുമെന്ന് ആര് കണ്ടു? അതൊന്നും പ്രശ്നമാക്കാനില്ല, അതൊക്കെ പാർട്ടി നോക്കിക്കോളൂ. ഇവിടത്തെ കാര്യങ്ങൾ ഉശിരോടെ നോക്കാനാ പാർട്ടി പറഞ്ഞു. ആ ഒറ്റുകാരെ കൈ കിട്ടിക്കണുണ്ടല്ലോ, നാളെ കൊടുക്കായിരുന്നു. ഇപ്പൊ അതിന് പറ്റിയ സമയമല്ല. സഖാവ് പുറത്തിറങ്ങുന്നത് വരെ കാത്തിരുന്നേ പറ്റൂ. സഖാവിനൊപ്പം പോലീസുകാർ തല്ലി ചതച്ച് കാണേ. കുറെ കമ്മ്യൂണിസ്റ്റുകൾ ഇറങ്ങിയിരിക്കുന്നു നാട് നന്നാക്കാൻ. നീയൊക്കെ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. കിടക്കട അവിടെ.
വർഗസമര ഗീതമൊന്ന് ചോരയാൽ രചിച്ചിടാം, ധീരരായി വിപ്ലവത്തിനഗ്നിയായി ജ്വലിച്ചിടാം, ക്രൂരരാം പ്രഭുക്കളോട് സംഘടിച്ചെതിർത്തിടാം, വീര്യമോടെ ചുവടുവെച്ചു ഇൻക്ലാബ് ചൊല്ലിടാം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. വർഗസമര ഗീതമൊന്ന് ചോരയാൽ രചിച്ചിടാം, ധീരരായി വിപ്ലവത്തിനഗ്നിയായി ജ്വലിച്ചിടാം, ക്രൂരരാം പ്രഭുക്കളോട് സംഘടിച്ചെതിർത്തിടാം, വീര്യമോടെ ചുവടുവെച്ചു ഇൻക്ലാബ് ചൊല്ലിടാം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. രക്തസാക്ഷിയായി നാം ചുമന്നെരിഞ്ഞു പോയിടാം, ചൂഷകർ ഭയക്കണം ഉയർത്തെണീക്കയാണു നാം. രക്തമിറ്റു വീണതിൽ നനച്ചു ഞങ്ങളിന്നിതാ, രക്തമിറ്റു വീണതിൽ നനച്ചു ഞങ്ങളിന്നിതാ, ശക്തമായ കൈകളാൽ ഉയർത്തിടുന്നു ചെങ്കൊടി, ചെങ്കൊടി, ചെങ്കൊടി. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. പുഴയിലൂടെ ചോരയത്ര ഒഴുകി നീങ്ങിയെങ്കിലും തളരുകില്ല ഏതു കൊടിയ പീഡനത്തിൻ മുന്നിലും. തടവറകൾക്കുള്ളിലായി തളച്ചിടാൻ ശ്രമിക്കയോ, തടവറകൾക്കുള്ളിലായി തളച്ചിടാൻ ശ്രമിക്കയോ, മലനിരകൾ തട്ടി മാറ്റി അടിനിരന്ന ഞങ്ങളെ, ഞങ്ങളെ, ഞങ്ങളെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. വർഗസമര ഗീതമൊന്ന് ചോരയാൽ രചിച്ചിടാം, ധീരരായി വിപ്ലവത്തിനഗ്നിയായി ജ്വലിച്ചിടാം, ക്രൂരരാം പ്രഭുക്കളോട് സംഘടിച്ചെതിർത്തിടാം, വീര്യമോടെ ചുവടുവെച്ചു ഇൻക്ലാബ് ചൊല്ലിടാം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. കഥകളെത്ര കണ്ടു നാം, കരുത്തരായി മാറി നാം, പുതിയ ഭൂമിയിലേക്ക് ഒത്തുചേർന്നു തന്നെ നീങ്ങിടാം. കറുകറുത്ത വേഗമെത്ര തടയുവാൻ ശ്രമിക്കിലും, കറുകറുത്ത വേഗമെത്ര തടയുവാൻ ശ്രമിക്കിലും, ഉദയമായി ചെങ്കടൽ നിറച്ച സൂര്യതാരകം, താരകം, താരകം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. വർഗസമര ഗീതമൊന്ന് ചോരയാൽ രചിച്ചിടാം, ധീരരായി വിപ്ലവത്തിനഗ്നിയായി ജ്വലിച്ചിടാം, ക്രൂരരാം പ്രഭുക്കളോട് സംഘടിച്ചെതിർത്തിടാം, വീര്യമോടെ ചുവടുവെച്ചു ഇൻക്ലാബ് ചൊല്ലിടാം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഇവിടെ ആരുമില്ലേ? ഇവിടെ നോക്കിട. 40 പറ നെല്ല് തരാനുള്ളത് നേരം. അതിപ്പോ ഇങ്ങനെ 400 പറയായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇതിൽ ഒപ്പിടാൻ എനിക്ക് പറ്റൂല. നിങ്ങളുടെ വിശദീകരണം ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇത് കോടതി ഉത്തരവ് പ്രകാരം ജപ്തി ചെയ്യാൻ പോവുകയാണ്. എല്ലായിടത്തും നിരത്തട. അയ്യോ വേണ്ട, അയ്യോ എറിയല്ലേ, എറിയല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടോ? എല്ലായിടത്തും നിരത്തടാ. കരയണ്ട കേട്ടോ. ആ തമ്പ്രാനെ ഒരു പാഠം പഠിപ്പിക്കാനേ കുഞ്ഞാലിക്ക പറഞ്ഞിട്ടുണ്ട്. ആരെ പറഞ്ഞ്? എന്റെ വാപ്പച്ചി ഉമ്മാനോട് പറയണത് ഞാൻ കേട്ടതാ. എപ്പോഴാ വരിക? ഇന്ന് വൈകുന്നേരം.
പാടത്തും പറമ്പിലും മഴയെന്നോ വെയിലെന്നോ നോക്കാതെ പണിയെടുക്കുന്നവന്റെ ചെറ്റക്കുടിൽ പോലും പിടിച്ചടക്കി അവനെ തെരുവിലേക്ക് ഇറക്കുന്ന നിങ്ങളുടെ തോന്നിവാസം ഇനിയും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല. ഏമാന്മാരെ, പണവും പോലീസും കോടതി ഉപയോഗിച്ച് മണിമന്ദിരങ്ങളിൽ സുഖിക്കാമെന്ന് ആരും കരുതണ്ട. പാവങ്ങളുടെ രക്തമൂറ്റി കുടിക്കുന്ന ഈ ജന്മിത്വം അവസാനിപ്പിച്ചേ തീരൂ. കൃഷിഭൂമി കൃഷിക്കാരൻ്റെതാകണം. ഇന്നല്ലെങ്കിൽ നാളെ അത് സാധിക്കും. ഇനിയൊരു കുടിയൊഴിപ്പിക്കലോ ജപ്തിയോ ഈ നാട്ടിൽ ഞങ്ങൾ അനുവദിക്കില്ല. അഥവാ ഉണ്ടായാൽ നിങ്ങളെ ഞങ്ങൾ തെരുവിൽ നേരിടും. എന്നാ പ്രസംഗോ? എന്താടി അത് എന്റെ പേര്? കുഞ്ഞാലിന്നാ. വലിയ സഖാവാ. പാവപ്പെട്ടവന്റെ കൂടിയാ മൂപ്പര്. അത് ശരി. വെറുതെ അല്ല എന്റെ കെട്ടിയോൻ ആ പേര് കേൾക്കുമ്പോ വിരലി പിടിക്കുന്നത്. ആ, ഞാൻ ഈ പറഞ്ഞൊന്നും നീ ആരോടും പറയാൻ നിൽക്കണ്ട. ഇല്ലോ അച്ചമ്മ. എടോ, ഓ, കാടും മലയും വെട്ടി നിരത്തി ഈ കാണുന്ന പോലെ തോട്ടമാക്കി മാറ്റാൻ ഇട്ടിച്ചൻ കുറെ മെനക്കെട്ടിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളോട് ഏറ്റുമുട്ടിയ ഈ ഞാൻ വളർന്നത്. അതിന് ഓനൊരു മൃഗമല്ലല്ലോ. കണ്ട ഊച്ചാളികളൊക്കെ കൂട്ടുപിടിച്ച് അവനിപ്പോൾ കാട്ടുമൃഗങ്ങളെക്കാളും ശക്തി കൂടിയിട്ടുണ്ട്. വരട്ടെ, നോക്കാം. കളി എന്നോടാ. നിൽക്ക്. എന്താ വൈകിയത്? അത് പിന്നെ പ്രസംഗം അല്ല, മാമൂട്ടിലെ മേഴ്സിയും ഭർത്താവും പള്ളി വന്നിരുന്നു. അവരോട് സംസാരിച്ചു സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ടാ അല്ലേ? വാ. നിൽക്ക്. പ്രസംഗം കേൾക്കാനും ജാഥയിൽ കൂടാനുമാണ് പള്ളിയിൽ പോകുന്നതെങ്കിൽ ഇനി പോണ്ട. മനസ്സിലായോ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. 3 നേരം വെട്ടിവിഴുങ്ങാൻ ഉണ്ടാക്കി തരുന്നത് ഞാനാ. അതാരും മറക്കേണ്ട. മറന്നാൽ എല്ലാത്തിനെയും ഈ മണ്ണിലിട്ട് കുഴിച്ചു മൂടും. ഉറഞ്ഞേക്കാം. എന്റെ പാറേ മാതാവേ, ഇനി ബാക്കി വീട്ടിൽ വരുമ്പം കേക്കാം. ആ മമ്മദിനോടും ജമ്മിയോടും ഇന്ന് വൈകുന്നേരം ഒന്ന് കാണണമെന്ന് നീ ചെന്ന് പറ. എന്താ കാര്യം ചോദിച്ചാ എന്താ പറയേണ്ടത്? ഈ നിലമ്പൂരിലിപ്പം ഞങ്ങൾക്കൊക്കെ പൊതുവായി ഒരു തലവേദനയേ ഉള്ളൂ, കുഞ്ഞാലി. ആ തലവേദന ഇങ്ങോട്ട് വരാൻ പറയണോ? വേണ്ട. രഹസ്യ യോഗങ്ങൾക്ക് നല്ലത് ആ തമ്പുരാന്റെ ഇരുളടഞ്ഞ മാളിക. എന്നാ വേഗം ചെല്ല്. ശരി. ആ ഡയറി കേസിന്റെ വിസ്താരത്തിലെ ഉമ്മച്ചി കാണിച്ച ഉസിര് നാട്ടിലൊക്കെ പാട്ടാ. അതൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ട് 10-12 കൊല്ലായില്ലേ. എന്നാലും ഇപ്പോഴും ആ രംഗൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോ നമ്മളെ ചോരങ്ങനെ തിളയ്ക്കും. എന്തിനാന്ന് ചോദിച്ചത്? അതോ, കുഞ്ഞാലി നമ്മക്ക് ആരാന്ന്, ഓനക്ക് ഞമ്മള് തിന്നാൻ കൊടുത്തീനോന്ന്, ഓനെ ഞമ്മള് ഒളിപ്പിച്ചീനോന്ന്. ഇതാ ഇപ്പൊ നല്ല കഥ. ആടെ ഇരിക്കുന്നവർക്കൊന്നും ഇത്രയും ബേവരല്ലേ ആശുമ? ഒരു തള്ള മകന് തിന്നാൻ കൊടുക്കൂലേന്ന് കൊടുക്കും. പിന്നെ ഓനെ ഒളിപ്പിച്ചത് ഞമ്മള് 10 മാസം ഈ പള്ളിയില. അതിന് ഈ ദുനിയാവിൽ ആരെങ്കിലും ശിക്ഷിക്കാൻ വന്നാൽ ഞമ്മക്കതൊന്ന് കാണണല്ലോ. അല്ല പിന്നെ ഈ ഉമ്മാന്റെ കിസിയും കേട്ട് അങ്ങനെ ഇരിക്കഴിഞ്ഞോ? നിന്റെ കെട്ടിയോനും തിന്നാനും കുടിക്കാനും എന്താ ഉണ്ടാക്കിക്കണോ? നല്ല പുള പൊങ്ങിയതും മത്തി മുളട്ടതും ഉണ്ട്. ബക്കം പോയി എടുത്താണി. ഇവിടെ ഉള്ളത് കുറച്ച് കഞ്ഞിയും കുറച്ച് പപ്പടമാണ്. ഒക്കെ കൂടി ആയാലൊക്കെ കുശാലായി. എന്നാ വാ. നമ്മള് കോരി തരണോ കുഞ്ഞാലിക്ക? വേണ്ട മാമതെ, നിന്റെ കുളി കഴിഞ്ഞ് ഈ നല്ല കുളിക്കാൻ നോക്ക്. ആരൊക്കെ ഇത്? എന്തൊക്കെ ഈ കാര്യങ്ങൾ? ഞങ്ങൾ കാളികാല പ്രചരണത്തിന് പോയി. കാലം വല്ലാണ്ട് അങ്ങോട്ട് മാറിപ്പോയി. വന്ന് ഒരുത്തനൊരു ബഹുമാനം ഇല്ലാണ്ടായിരിക്കണു. അതപ്പോ എങ്ങനെയാ ഉണ്ടാവുക? നാട്ടിലിപ്പോ എല്ലാരും കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ഓരോ സിദ്ധാന്തം തന്നെ എന്താ? എല്ലാരും ഒന്നാക്കുക എന്നുള്ളതല്ലേ? ഒന്നാവും. എടോ കൊശവ, ഞാനും താനും എങ്ങനെയാടോ ഒന്നാവുക? അതിപ്പോ ഞാൻ പറഞ്ഞെടുക്കുന്ന കാര്യമില്ല, കുഞ്ഞാലും കൂട്ടനും പറഞ്ഞെടുക്കുന്ന കാര്യ. എടാ ശങ്കുണ്ണി, ഓർ അതും പറയും അതിനപ്പുറവും പറയും. അതെല്ലാം ഓരോ മനസ്സിലെ ആഗ്രഹങ്ങളല്ലേ. എല്ലാ കാലവും ഈ ലോകം നിയന്ത്രിക്കുന്ന ആരാ? എടോ കയ്യിൽ പണമുള്ളവൻ.
പണമുള്ളിടത്തേ അധികാരമുള്ളൂ. അധികാരം ഉണ്ടെങ്കിൽ ഓരൊക്കെ നിലയ്ക്ക് നിർത്താൻ പറ്റൂ. ജീവനി കൊതിയുള്ള ആരെങ്കിലും അധികാരികളോട് ഏറ്റുമുട്ടുപോടെ ചങ്കുണ്ണി. എന്നാലും ഓരെല്ലാരും കൂടി ചേർന്ന ചേരരുത്. ചേരാൻ നമ്മൾ സമ്മതിക്കരുത്. ഒറ്റയ്ക്കാവുമ്പോ ആർക്കായാലും ശക്തി ഉണ്ടാവില്ല. അതിപ്പോ നമ്മളായാലും. നമ്മളെ ശക്തി എന്താ സംശയം? നമ്മുടെ കൂട്ടായ്മ തന്നെ. ഇല്ലടോ, ഇത് നമുക്ക് നിലനിർത്തണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരും ഒരു പാഠം പഠിപ്പിക്കണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ ചോപ്പന്മാരെയും ഇടിച്ച് ചോര തുപ്പിക്കും ഈ ഇടിയും കർത്ത. എങ്കിൽ അപ്പ തരും കർത്താക്ക് അങ്ങാടി മുക്കില 10 ഏക്കർ തെങ്ങും തോപ്പ്. അത് നമ്മളാ ജാനകി. ഓ, തെരഞ്ഞെടുപ്പാ വരുന്നത്. നമ്മളെ കുഞ്ഞാലിന്റെ പാർട്ടിയാണ് നമ്മളെ പാർട്ടി. നമുക്കൊക്കെ ഒരു നല്ല കാലം വരണേ, പാർട്ടി ജയിക്കണം. ചെറുണ്ടി മുതലാളിയും ഗുണ്ടകളും ഇപ്പറഞ്ഞ ഭർത്താനം കേട്ട നമ്മളെ വെച്ചേക്കൂല. ഓലയുടെ കൊണ്ടായതൊന്നും ഇനി അധിക കാലം നടക്കൂലെന്നേ. അല്ലെ നിങ്ങൾ നോക്കിക്കോളേ. നിങ്ങളെ പത്രം കടിക്കുന്ന 2 നാട്ടു വർത്താനം അറിയാലോ. നമ്മളെ കുഞ്ഞാലിക്കാക്ക് ഭയങ്കര ധൈര്യാലേ. പിന്നെ ധൈര്യം വേണ്ടേ? നാട്ടിലെ തമ്പ്രാക്കന്മാരോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം. വലുതാവുമ്പോ ഞാനും കുഞ്ഞാലിക്കാനെ പോലെ ആവും. ഇവിടെ നാട്ടിലെ ഓരോ കുട്ടികളും അന്നെ പോലെ ചിന്തിക്കാൻ വെച്ചാ ഇവിടെ നാട് താനെ നന്നാവും. ഉണ്ടോ അമ്മ? വഴിന്ന് മാറി നിക്ക്. ഇല്ലെങ്കിൽ ഞാൻ പോയി കുഞ്ഞാലിക്കാനോട് പറയും. കർഷക സംഘം, കർഷക സംഘം, കർഷക സംഘം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇൻകുലാബ്, 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 കർഷക സംഘം, കർഷക സംഘം, കർഷക സംഘം, ഇൻകുലാബ്, 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 കർഷക സംഘം, കർഷക സംഘം. ഈ നാട്ടിലെ ഭൂമിയൊക്കെ കോലോം വഴിയാ. ഓരോരുത്തർ അയ്യോ പാവം പറഞ്ഞ് കൈക്കലാക്കിയ വലിയ പ്രമാണിമാരായത്. ഓരോ പത്തായപ്പുര നിറയ്ക്കാനാ നമ്മൾ പാടത്തും പറമ്പിലും രാവും പകലും മഴയെന്നോ വെയിലെന്നോ നോക്കാതെ പണിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടുന്നതോ? എന്നാൽ ഇവിടെ കയറി കിടക്കാൻ കൂരയോ കൃഷി ചെയ്യാൻ തുണ്ടു ഭൂമിയോ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അതിനാൽ ഈ കാട് കയറി കിടക്കുന്ന തരിശു ഭൂമിയിൽ നമ്മൾ കൂര കെട്ടാണ്. ഇനി ആർക്കും പീഡിയക്കൊല്ലായ്മേലോ മരത്തിന്റെ ചോട്ടിലോ കിടന്നുറങ്ങേണ്ടി വരൂല. വരും സഖാക്കളെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. എന്താടാ? പള്ളിന്റെ അപ്പുറത്തെ ആ ചെറുണ്ണി മല്ലാടിന്റെ പറമ്പില്ലേ, ആടെ ആ കുഞ്ഞാലും കൂട്ടരും കയറി കുടിക്കുന്നു. ഓഹോ, ആ ഏക്കേജിയും കൂട്ടരും പാവപ്പെട്ടവർക്കൊക്കെ 3 ഏക്കറി ഒരു പോത്തിനെയും കൊടുക്കുന്നെന്നൊരു വാർത്ത കേട്ടിരുന്നു. അതാ കുഞ്ഞാലിയും കൂട്ടരും ഏറ്റുപിടിച്ചെന്നാ തോന്നുന്നത്. നിങ്ങൾ ഇങ്ങനെ കയ്യും കെട്ടി നോക്കിന്ന ഇതല്ല, ഇതിലപ്പുറവും നടക്കും. നമ്മളിങ്ങനെ ഒറ്റയിരിഞ്ഞാ പറ്റൂല. ഓൻ ഇല്ലാണ്ടാക്കണം. അതിനെ നമ്മളെ ഭാഗത്ത് എല്ലാരും ഒന്നിച്ചേക്കണം. ഈ ബാക്ക് മതി, ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മക്കറിയാം.
എടാ അബ്ദുറഹിമാനെ, ഈ ഒരു മനുഷ്യനല്ലടാ. പാവപ്പെട്ടവന് കേറി കിടക്കാൻ കൂരുണ്ടാക്കുമ്പോ കൂടക്കല്ലടാ വേണ്ട. ഞങ്ങളുടെ മുതലാളിന്റെ പറമ്പിൽ വേണ്ട നിങ്ങളുടെ തോന്നിയാസം. ആരെ പറഞ്ഞത് എന്റെ മുതലാളിന്റെ സ്ഥലമാണ്? ഇതേ കോലോമ്പക സ്ഥല ആണെങ്കിൽ തന്നെ ചോദിക്കാൻ വരാ ഈ ആരാണ്ടാ. പോയി എന്റെ മുതലാളിനോട് വരാൻ പറയടാ. ഇൻകുലാബ് 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 ഇൻകുലാബ്. ഇവിടെ കുടില് കെട്ടാൻ നമ്മോടൊപ്പം വന്നവരൊക്കെ പട്ടിണിയാ. അതിന് എന്തെങ്കിലും ഒരു വഴി കാണണം. നമുക്ക് മുന്നോട്ട് പോണെന്ന് വെച്ചാ പൊതുവായൊരു ഫണ്ട് വേണം. അവനാനെ കൊണ്ട് കഴിയണ എന്താച്ചാ ആ ഫണ്ടിലെടുത്തേ. അതിപ്പോ ഒരു തീപ്പെട്ടി കൊള്ളണ അരിയാണെങ്കിൽ അത് ശരിയാ. ഒരു പൊതു ഫണ്ട് എന്തായാലും അത്യാവശ്യം. കുഞ്ഞാലിക്ക, ആ ഗുണ്ടകളും പോലും ചേർന്ന് നമ്മളെ കുടിലെല്ലാം പൊളിക്ക. അവരെ ഹുങ്കിന്ന് തീർക്കണം. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നിലവിൽ വരുന്നത്. സന്തോഷമായിട്ട് കുടിച്ചോളി. ചായ മാത്രമല്ല കടിയും കൂടെ വേണം. അതിന് ഈ എന്റെ കയ്യിന്റെ പേരിൽ ഈ എന്നെ കടിച്ചാളാ. ശങ്കുണ്ണിയെ നാശം. ഈ ജനത്തിനൊന്നും ഒരു വിവരമില്ല എന്ന് പറയുന്നത് നേരാ. എന്തായിനു കേട്ടില്ലേടോ വാർത്ത? ഇനി ഓന്റെയൊക്കെ വർഗത്തിന് വിഷം കൂടും. എന്താ പിന്നെ ചെയ്യാ? ഇല്ല, ഇതധികം വാഴിക്കൂല. നമ്മളെ കോൺഗ്രസ് കയ്യും കെട്ടി നോക്കി നിൽക്കും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഉടനെ ചെയ്യണം. നീ ആ ചെറുമീന്റെ അടുത്ത് വരെയൊന്നു ചെല്ല്. വൈകുന്നേരം നമ്മക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൂടണം, ചില തീരുമാനങ്ങൾ എടുക്കാൻ. ശരിയാ പറ. ഇൻകുലാബ് സിന്ദാബാദ് സഖാവി EMS സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് സഖാവി EMS സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് ഇൻകുലാബ് ഇൻകുലാബ് സഖാവി EMS സിന്ദാബാദ് സഖാവി EMS സിന്ദാബാദ് ഇൻകുലാബ് ഇൻകുലാബ് കർഷക സംഘം സഖാവി EMS ഇക്കണ്ട കാലം മുഴുവൻ ഏമാമാരുടെ ആട്ടും തുപ്പും കൊണ്ടാടുന്ന ഇമ്പളെ പോലത്തോർക്ക് ഇനിയെങ്കിലും ഒന്ന് നടുനിർത്തി നടക്കാലോ അല്ലേ യേശുമ? ഇപ്പൊ മാത്രല്ല, ഈ ദുനിയാവില് പെറ്റ് വീണ അന്ന് മുതൽ ഞമ്മക്കുള്ള അവകാശ. കുഞ്ഞാലിക്കാന്റെ ഉമ്മയ്ക്കിപ്പൊ അങ്ങനെയൊക്കെ പറയാം. എടി പെണ്ണെ, ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇജ്ജിപ്പോ ഈ ശ്വാസം വിടുന്നത്? അതല്ലുമ്മ, അത് തന്നെ ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞത് നേരാ. ഓരോ മനുഷ്യന്റെ ശ്വാസം വിടാനുള്ള അവകാശം പോലെ മനസ്സിനെ പോലെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് മുമ്പളെ പാർട്ടിയും കുഞ്ഞാലിക്കും കൂടി തെളിയിച്ചില്ലേ? നമ്മളിങ്ങനെ വർത്താനവും പറഞ്ഞോണ്ടിരുന്നാലേ അങ്ങാടി കളിക്കണ നാടകം കാണാൻ കഴിയൂല. ഇങ്ങോട്ട് വരട്ടെ ജന്മിയോന്റെ കാൽനക്കി പട്ടികളും കാട്ടിക്കൊടുക്കാൻ ഞാൻ. എന്തിനാ കണ്ടത്തിലൊക്കെ കുത്തിനാട്ടിയേ? അത് ഇതിലൊരെണ്ണ. ഇത് സംഘത്തിന്റെ കൊടിയാ. ഇപ്പം പൂട്ടണ ഞമ്മളല്ല, സംഘക്കാരാ പൂട്ടണത്. അതൊക്കെ ശരിയാ ശങ്കുണ്ണിയെ. ഇനി ഞാൻ പറയണ കേക്ക്. അവരാരെങ്കിലും ലേളക്ക് വരുമ്പോ ഇനി മുമ്പ് കേറി ചാടാൻ നിക്കണ്ട. തല്ലും പിടിയും ഒക്കെ ചങ്കക്കാരായിക്കോട്ടെ. എനിക്ക് വലിയ പേടിയാ. നമ്മൾ ഇവിടെ നിന്നാ മതി, ഒന്നും ചെയ്യണ്ട.
ആരാ ശങ്കുണ്ണിയത്? പങ്കന്നാരെ ഓ, ഭൂമി മനക്കിലേക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ എന്താ കണ്ടത്തി കിടന്ന് കിളക്കണത്? എടാ പോക്കരെ, അടിച്ചോടിക്കണ എല്ലാറ്റിനെയും. പാടത്തിറങ്ങിയ ഓടലുമ്മ തല കാണില്ല. മനക്കിലെ ചോറ് തിന്നണ ആണുങ്ങൾ ആരും ഇല്ലടാ അവിടെ. ആ കൊടിയൊന്ന് പറിച്ചു മാറ്റാൻ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറിച്ചു മാറ്റാം. നിക്ക്, ഇത് ചെങ്കൊടിയാ. ഇതുമേലെങ്ങാൻ തൊട്ട നിന്റെ ചോര ഈ പാടത്തൊഴുകും. ഇറങ്ങി പോടാ ഇവിടുന്ന്. എനിക്കിപ്പോഴാ മനസ്സിലായി, അവറാനും ശങ്കുണ്ണിയും പോക്കറും ഒക്കെ കർഷകരാ, കൃഷിക്കാരൊക്കെ ഒന്നാ, നമ്മൾ ഒന്നാ. സമാധാനമില്ല. ഇങ്ങനെ പോയാ അത് എവിടെ ചെന്നെത്തും? നിങ്ങൾ എന്താ ഈ പറയുന്നത്? എടോ ചെറുണ്ണിയെ, നാട്ടിലെ ഓരോ ഭരണ പരിഷ്കാരങ്ങൾ ഇയൊന്നും അറിയുന്നില്ലാന്നുണ്ടോ? ആരെന്ത് പരിഷ്കാരങ്ങൾ വരുത്തിയാലും അത് നമ്മളെ ഒന്നും ബാധിക്കില്ല. നിങ്ങളൊന്ന് സമാധാനമായിരിക്കും. എങ്ങനെ സമാധാനായിട്ടിരിക്കടോ ഇട്ടിച്ച? അറിഞ്ഞോ പുതിയ വിശേഷം? എന്താ അങ്ങനെ ഒരു വിശേഷം? എടോ, മിച്ചഭൂമി പിടിച്ചടക്കാൻ നിയമം വരാൻ പോണൂന്ന്. ഇന്നാട് റഷ്യയാക്കി മാറ്റാനുള്ള അവരുടെ ആഗ്രഹം നടപ്പിലാക്കാൻ അനുവദിക്കരുത്. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഈ ഇന്ത്യ രാജ്യത്ത് എന്ത് നടക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. അതേ നടക്കൂ. നിങ്ങൾ അതും പറഞ്ഞു ഇവിടെ കുത്തിരിഞ്ഞോളി. ഓലെല്ലാം കൂടി ഭരണം കൊണ്ടുപോയത് നോക്കിയിരിക്കേണ്ടി വന്നില്ലേ? അത് മാത്രാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിപ്പോ അധികാരത്തിന്റെ ബലത്തില് ഓരെല്ലാം കൂടി ഇമ്പളെ തറവാടും നിലവും പിടിച്ചടക്കുമെന്ന് എന്റെ പേടി. നിങ്ങൾ ഇങ്ങനെ ബേജാറായാലോ? ഇതിപ്പോ എന്താ വെള്ളരിക്ക പറ്റണ? പേടിക്കാതെ പറ്റുമോ? അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കിട്ടാനാണെങ്കിൽ ഒരുപാട് ഉണ്ടാനും. നഷ്ടപ്പെടുന്നതേ നമുക്കൊക്കെയാ. ഓ, റഷ്യയിൽ നടന്ന ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ ചങ്ക് പെടക്കിയ. വല്ലതും 4/4 കയ്യിലുള്ളവനെ വക വരുത്തി മുതല് നാട്ടുകാർക്ക് വീതിക്കലാ പോലെ പണി. എന്നാ കേട്ടോളി, ഈ കേരളത്തിൽ ഞമ്മളെ പോലെ ചിന്തിക്കുന്ന എല്ലാരും ഒന്നിച്ചു ചേർന്ന് ഇതിനൊരു പരിഹാരം കാണും. കാണണം. ഇൻകുലാബ് 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 കർഷക സംഘം കർഷക സംഘം മിച്ചഭൂമി സമരം മിച്ചഭൂമി സമരം ഇൻകുലാബ് ഇൻകുലാബ് കർഷക സംഘം കർഷക സംഘം മിച്ചഭൂമി സമരം ഇൻകുലാബ് ഇൻകുലാബ്. സഖാക്കളെ, ഈ നാട്ടിലെ ഓരോ കൃഷിക്കാരനും കൃഷി ചെയ്യാനുള്ള ഭൂമി ഇവിടെയുണ്ടോ? അരവയർ മുറുക്കിയെടുത്ത് നാം പണിയെടുക്കുന്നത് ഈ കാണുന്ന ഭൂമിയിലാണ്. നിങ്ങൾക്കറിയാമോ? എന്നാൽ അത് ചിലർ അടക്കി വെച്ചിരിക്കുകയാണ്. ആ ഭൂമി പാവപ്പെട്ടവന്, അവൻ ഏത് ജാതിയിലോ മതത്തിലോ രാഷ്ട്രീയത്തിലോ ഉള്ളവനാണേലും അവൻ അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് മിച്ചഭൂമി സമരം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് സമരം ഇൻകുലാബ്
ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ക്രമസമാധാന തകർച്ച ആരോപിച്ച് കേരളത്തിലെ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം. ചതിയന്മാരെ വഞ്ചകരെ. ആ കുഞ്ഞാലിയെ ഒറ്റയ്ക്ക് കിട്ടണം. ഇപ്പോഴാകുമ്പോ ഓൻ വീരം തകർന്നു നിൽക്കുന്ന സമയ. ഓന്റെ ഏതെങ്കിലും സഖാവിനെ എന്തെങ്കിലും പറ്റിയ ഒന്നും നോക്കാണ്ട് ഓടി വരും. അന്ന് പമ്പക്കോനെ കാച്ച. നാലി ബില്ലിൽ ഓന്റെ തൊഴിലാളിനെ ശരിയാകും. ചെല്ലേ. ആയിക്കോട്ടെ, വടാ. ഇങ്ങനെയാണോ മര തല്ലല്ലേ? പോയി പറടാ എന്റെ കുഞ്ഞാലിനോട്. പേര് ജനാധിപത്യം. നാട്ടുകാർ തെരഞ്ഞെടുത്ത സർക്കാരിനെ പിരിച്ചുവിടുന്നതാണ് ജനാധിപത്യം. നാട്ടിലെ സകല പ്രമാണിമാരും ചേർന്നാ ഈ പണി ഒപ്പിച്ചത്. അവരൊരു വിമോചന സമരം. അതൊന്നും സാരല്ലേ സഖാക്കളെ, നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരുന്നു ചെയ്യും. എന്താ അബ്ദു കാണാറിനെ മലയാളിന്റെ ആൾക്കാർ മില്ലിലിട്ട് തല്ലണേ. എന്താ പറ്റി കണാരാ? മാറി നിൽക്കണം. നാളെ തോട്ടത്തിലെ തൊഴിലാളികൾ ഇളക്കി വിടാൻ എന്തെങ്കിലും ചെയ്യണം അമ്മാലി. നമ്മളെ യൂണിയനിലെ തൊഴിലാളികൾക്കിടയിലും ചില ഇളക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓന്റെ യൂണിയനിലേക്ക് പോകുന്ന തൊഴിലാളികളെ എന്താ ചെയ്യേണ്ടതെന്ന് ഞമ്മക്കറിയാം. തോട്ടത്തിൽ നിങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചോളൂ. പോലീസ് അതിൽ ഇടപെടില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. നിങ്ങളെ ഉറപ്പുണ്ടെന്ന് ഒരു കാര്യമില്ലെന്ന്. ഓൻ ഇടപെടൂലേ. ഓന്റെ ഒരു തൊഴിലാളിനെ തൊട്ട വിവരം അറിയും. ഇല്ലേ ചെറുണി മലയാളി? അത് പിന്നെ ഓനൊന്ന് തനിച്ചു കിട്ടാൻ ഞങ്ങളൊരു പദ്ധതി നടപ്പിലാക്കി നോക്കിയതല്ലേ. അവിടെ ഞങ്ങൾക്ക് തെറ്റിയത്. ഓൻ ഞങ്ങൾക്ക് തിരിയൂല. ഓൻ നല്ലൊരു അഭ്യാസിയാ. അടി തെറ്റിയാൽ ഏതാനയും വീഴും. പക്ഷേ ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പദ്ധതികളൊന്നും വേണ്ട. നമുക്ക് കൂട്ടായിട്ട് നീങ്ങാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. നല്ലൊരു വഴി കണ്ടെത്തിയാൽ നമുക്ക് ഉടനെ ആലോചിക്കാം. ചായൻ്റെ കൂടി കുടിച്ചാൽ അത് എവിടെ കഴിയും നേരം വെളുക്കുമ്പോ. തോട്ടത്തിലെ യൂണിയന്റെ ഒരു പ്രശ്നമുണ്ട് ഉമ്മ. ഇമ്മക്ക് വയസ്സും പ്രായമൊക്കെ ആയി മോനെ. ഇനി നേരത്തിനും കാലത്തിനും എനക്ക് വല്ലതും വെച്ചുണ്ടാക്കി തരണമെങ്കിൽ ഒരു പെണ്ണ് ഇട്ട്. എന്താ പത്ര ചിരിക്കാൻ? ഞാൻ വല്ല തമാശയും പറഞ്ഞു. പിന്നെ തമാശ അല്ലാണ്ട് നാട്ടിലുള്ള പ്രശ്നം എന്തൊക്കെയാന്ന് ഉമ്മക്കറിയോ? ആ പിന്നെ ഞാൻ അറിയാത്ത എന്ത് പ്രശ്നമായി ദുനിയാവിലുള്ളത്. അതൊന്നും അല്ല ഉമ്മ, ഈ തിരക്കിനിടയിൽ അതൊന്നും ശരിയാവൂല. എന്ത് ശരിയാവൂലെന്നാ ജി പറയണത്? ഇതൊരു നിക്കാഹ് കഴിക്കണ കണ്ടിട്ടാണ് മരിച്ചാ മതിയായിരുന്നു. കുഞ്ഞരിക്കാ വരുന്നു പോമതേ. ഇന്നലെ ബാലൻ വന്നിരുന്നു. എന്തേനു? ഓനോടും പറഞ്ഞേക്കണ ഞാൻ ഈ കാര്യം. ഈ ഉമ്മാന്റെ ഒരു കാര്യം അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഞാൻ ഇപ്പൊ ഇറങ്ങാം. മാധവട്ട, ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാ ഇങ്ങോട്ട് മാറിയിരിക്കാന്ന് വെച്ചത്. എന്താ പോലെ? അതെ, ആയിഷമ്മ നമ്മുടെ സഖാവിനെ കൊണ്ട് പെണ്ണ് കെട്ടിയിരുന്ന കാര്യം പറഞ്ഞിരുന്നു. ശരിയാ, അത് വേണ്ടതാ. ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ നമ്മളൊക്കെ മറന്നു പോകുന്ന കാര്യം അത്. സഖാവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം മാധവേട്ടൻ ഏൽക്കണം. നാട്ടുകാരുടെ കാര്യം കഴിഞ്ഞ സഖാവിന് എന്തുള്ളൂന്നറിയാലോ. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിക്കണം. പക്ഷേ എന്താ ഒരു പക്ഷേ? അതെ, സഖാവിനെ പറ്റിയൊരു പെണ്ണിനെ കിട്ടണ്ടേ? പെണ്ണൊക്കെ ഉണ്ട്. നമ്മുടെ കേട്ടിയില്ലേ, കേട്ടി മുഹമ്മദ്, മൂപ്പര ഇളയ പെങ്ങള് സൈനബ. നമുക്കൊന്ന് ആലോചിച്ചാലോ? അത് കൊള്ളാം. എന്താ ബാല,
മാധവേട്ടനെ കൊണ്ട് പെണ്ണെട്ടിക്കാനുള്ള പരിപാടിയാ. അവരെ അങ്ങനെ വിട്ടാ പറ്റില്ല. ഇവിടെ നമുക്ക് തന്നെയാണ് ശക്തി തെളിയിക്കണം. ഓരോ യൂണിയനിലേക്ക് കാലുമാറുന്ന ഒന്നിനെയും വെച്ചേക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി നിൽക്കുന്നവർക്ക് ഒരു പാഠമാവണം. എസ്റ്റേറ്റിൽ എന്ത് ചെയ്താലും മാനേജ്മെന്റ് നമ്മളോടൊപ്പം, പിന്നെ പോലീസ് അവരിടപെടുന്ന പ്രശ്നമേ ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളാ ഉറപ്പ് മതി, ബാക്കി ഞങ്ങളേറ്റു. അത് മതി. INTUസിന് കുറെ പേർ നമ്മുടെ യൂണിയനിൽ ചേരാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഓരോ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തിയിരിക്കുക. അങ്ങനെ ഒരാൾക്കും ഒരാളെ ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റൂല. തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനയിലല്ലേ തൊഴിലാളികൾക്ക് താല്പര്യം ഉണ്ടാവൂ. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഈ എസ്റ്റേറ്റിൽ നമ്മളൊരു യൂണിയൻ ഉണ്ടാക്കിയെടുത്തത്. നമ്മൾ സംഘടിച്ചത് കൊണ്ടാണ് തോട്ടം മുതലാളിമാരുടെ കയ്യിൽ നിന്നും നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റിയത്. ആ സംഘബോധം അത് നമുക്ക് എപ്പോഴും വേണം. നാളെ എസ്റ്റേറ്റിൽ ഓരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാതിരിക്കൂല. ഉണ്ടാക്കട്ടെ, നമുക്ക് കാണാലോ. അതെ, വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പൊ ശരി സഖാക്കളെ, മാനേജ്മെന്റുമായി നമുക്ക് നാളെ സംസാരിക്കാം. നിങ്ങൾ പേടിക്കണ്ട, ഒക്കെ നേരെയാവും. സഖാവ് ഇപ്പൊ എത്തും. ഞങ്ങളെ യൂണിയൻ ആരെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയുണ്ടല്ലോ, ഒരുത്തനെയും വെറുതെ വിടില്ല. അതിനാരോടോ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നത്? ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് AITC ചേരാൻ വരുന്നത് നിങ്ങൾക്ക് തടയാൻ പറ്റുമോ? പറ്റെങ്കിൽ തടഞ്ഞോളി. നിങ്ങളെ ഞങ്ങളെ നേതാവ് കുഞ്ഞാലിനെ ഈ തോട്ടത്തിൽ നമ്മൾ അടിച്ച് പുറത്താക്കും. നിങ്ങൾ എല്ലാവരും ഈ തോട്ടത്തിലെ തൊഴിലാളികളാണ്, പരസ്പരം തമ്മിൽ തല്ലേണ്ടവരല്ല. ഓരോ തൊഴിലാളിക്കും അവന് ഇഷ്ടമുള്ള യൂണിയനിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ആർക്കും തടയാൻ പറ്റൂല. ഞാൻ മാനേജ്മെന്റുമായി സംസാരിക്കാൻ വന്നതാണ്. നിങ്ങൾ എല്ലാവരും സന്തോഷമായി ജോലി ചെയ്തോളി. ആ ചെല്ല്. വരും സഖാക്കളെ. നേരം കുറെ ആയല്ലോ മമ്മദിനെയും കാത്തിരിക്കുന്നത്. ഓനിന്നിനി വരൂലേ? അയാളൊരു രാഷ്ട്രീയക്കാരനല്ലേ, കാത്തിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമായി പോയി. നമ്മൾ വരാൻ വൈകില്ലല്ലോ. മനുഷ്യന്മാരിവിടെ ഇരുന്ന് വേര് മുളയ്ക്കാൻ തുടങ്ങി. അതൊക്കെ പോട്ടെ, നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. അതെ, അവന് തൊഴിലാളികളുടെ ഇടയിൽ സ്വാധീനം കൂടിക്കൂടി വരുന്നുണ്ട്. ഈ പോക്ക് പോയാൽ ഒരുത്തനും നമ്മളൊന്നും പറയുന്നത് കേട്ട് പണിയെടുത്തൊന്നും വരില്ല. അതിനിപ്പോ എന്ത് വഴി നമ്മൾ നോക്കുക? ഓന്റെ വിശ്വസ്തരായ ആരെങ്കിലും വശത്താക്കണം. അത് ശരിയാ, അതാ വേണ്ടത്. ഓന്റെ ശക്തി എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നവരാ. ഓന് വേണ്ടി ചാവാൻ കൂടി തയ്യാറായിട്ടല്ലേ അവറ്റകളുടെ നടപ്പ്. അക്കൂട്ടത്തിൽ ഒരാളെ അടർത്തിയെടുക്കുക എന്ന് പറഞ്ഞ എടുക്കണം. ഓന്റെ വലം കൈയായി നടക്കുന്ന ആ മുഹമ്മദിനെ തന്നെ പാട്ടിലാക്കണം. ശങ്കുണ്ണി ഇപ്പൊ പറഞ്ഞത് നടന്ന സംഗതി നമ്മളെ കയ്യിൽ വരും. പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. അക്കാര്യം എനിക്ക് വിട്ടേക്ക്, അത് തരം പോലെ ഞാൻ ശരിയായിക്കോളാം. മോമയ്ക്ക, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ മമ്മയ്ക്ക പറഞ്ഞയച്ചാ. മമ്മദ്ക്കയോ? എന്താ കാര്യം? കാര്യം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൂപ്പറ തോട്ടത്തിലെ അടക്കേന്റെയോ പഞ്ഞിന്റെയോ കാര്യം പറയാനെന്നാ പറഞ്ഞേ. മൂപ്പരേടണ്ട്? മൂപ്പര പള്ളിക്കാരൻ്റെ അടുത്തിട്ട്. വാ കേറ്. ആ മഹമ്മദേ, എന്നോടൊരു കാര്യം പറയാനുണ്ട്. കൊപ്രക്കളിയിലേക്ക് ചെല്ല്. എന്താ മമ്മദ്ക്ക, ഏത് കണ്ടത്തിൽ അടക്കേണ്ട കാര്യ? അടക്കേണ്ട കാര്യം അടക്കട്ടെ, ആയിലും വലിയൊരു കാര്യം എനിക്ക് എന്നോട് പറയാനുള്ളത്. എന്താപ്പോ അതിനേക്കാൾ വലിയൊരു കാര്യം? അനക്ക് പുറയിൽ കെട്ടികളും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ, പിന്നെ ഈ എന്തിനായി കുഞ്ഞാലിന്റെ പിന്നാലെ അടിയും പിടിയും കൂടി നടക്കണേ? ഇത് പറയാനപ്പ നിങ്ങളെ വിളിപ്പിച്ച്? നല്ല ചോരത്തിളപ്പിളാണ്. അനക്ക് നമ്മൾ നല്ലൊരു പണി വാങ്ങി തരും. എനിക്ക് മാത്രമല്ല പുരയും കൂടി ഉള്ളത്, നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും നിങ്ങൾ പണി വാങ്ങി തരുമോ? അതാ പറഞ്ഞേ, അനക്കെതിരെ ചോരത്തിളപ്പ് കൂടുതലാണ്.
ഇജ്ജെന്തിനാണോ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്? അനക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ. സ്വന്തം കാര്യം നോക്കാനല്ല പാർട്ടിയും കുഞ്ഞാലിക്കായി നമ്മളെ പഠിപ്പിച്ചത്. ഇജ്ജോ എന്റെ വർത്താനം കേട്ടിങ്ങനെ തുള്ളിക്കോ. ഒടുക്ക കാലം അനുഭവിക്കാൻ ഇജ്ജോ ഒറ്റയ്ക്ക് ഉണ്ടാവും. നിങ്ങൾ ആ വർത്താനം പിടി, വേറെന്തുണ്ടെങ്കിൽ പറയും. അപ്പൊ ഇജ്ജ് നേരെ ആവില്ലെന്ന തീരുമാനം? അല്ല, നമ്മൾ വളയൂലെന്നാ നമ്മളെ തീരുമാനം. അല്ല പിന്നെ ആലോചന കൊള്ളാം. കേരളത്തില് ഞാൻ ആരാധിക്കുന്ന 2 നേതാക്കളാണുള്ളത്. സഹാവ് AKG, സഹാവ് കുഞ്ഞാലി. കാരണം എന്തറിയോ? എന്താ? ചെല്ലിനട എന്നല്ല, വരീനട എന്നവര് പറയാറ്. അത് ശരിയാ. അപ്പൊ നമുക്ക് കാര്യം മുന്നോട്ട് നീക്കാം. അതിനെന്താ സംശയം? അതെനിക്ക് അഭിമാനമുള്ള കാര്യല്ലേ. ഞാനൊക്കെ നാടകം എഴുതി നാട് നന്നാക്കാൻ ശ്രമിക്കുമ്പോ മൂപ്പര് നേരിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ. അപ്പൊ ഇനി നിക്കാഹ് അല്ലേ? ചായ. എന്തേ നോക്കണ്? ഇത്രയും ചൂടുള്ള ചായ എങ്ങനെയാ കുടിക്കാൻ നോക്കിയതാ. അതൊക്കെ ഒരു ശീല. അതിരിക്കട്ടെ, എന്റെ കോഴിക്കോടൻ വിശേഷങ്ങൾ പറയും. ഓ, നിങ്ങൾ അറിയാത്ത വിശേഷമൊന്നും അവിടെ ഇല്ല. ഇക്കാക്കന്റെ നാടകമൊക്കെ കാണാറുണ്ട് ഈ? ചെലപ്പോ. ആട്ടെ, ഇക്കാക്ക നമ്മളെ കല്യാണത്തിനെ പറ്റിട്ട് എന്തേ പറഞ്ഞു? വലിയ സഖാവ, എപ്പോഴും തിരക്കുള്ള ആളാ. നാട്ടാർക്ക് വേണ്ടി മൊയ്മ സമയം ഓടി നടക്കലാ പണിയെന്നും പറഞ്ഞു. അത് കേട്ടപ്പോ അനക്കെന്ത് തോന്നി? നമ്മളോട് ഇങ്ങനെ മിണ്ടിയും പറയുന്നും കൂടി നിരീച്ചില്ല. നീ വാ. കുഞ്ഞാലിക്ക, കുഞ്ഞാലിക്ക, കുഞ്ഞാലിക്ക. എന്താ മോഹമ്മദ്? എസ്റ്റേറ്റിലെ നമ്മുടെ യൂണിയൻ സഖാക്കളെ പോലീസ് പിടിച്ചോണ്ട് പോയിക്കണ്. ഈ അടക്ക്, ഞാൻ കുപ്പായിട്ടാണ്ടെ. നീയൊക്കെ എസ്റ്റേറ്റിൽ ആക്രമം കാണിക്കുമല്ലേ? നിന്റെയൊക്കെ യൂണിയൻ പ്രവർത്തനം. എന്തിനാ എന്റെ സഖാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എസ്റ്റേറ്റിൽ അക്രമം കാണിച്ച ഏതവനായാലും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും, തല്ലുകയും ചെയ്യും. നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന ആർക്ക് വേണ്ടിയാന്ന് എനിക്കറിയാം. അറിയാലോ. അപ്പൊ കൂടുതൽ ഇവിടെ നിന്ന് വർത്തമാനം പറയണ്ട. ചേലക്കാണ്ട് ഇറക്കി വിടറോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിലോ ഇറങ്ങി വാ. കഴിക്കാൻ നേരാകുമ്പോഴേക്കും ഇക്ക വരായിരിക്കും, ഇല്ലമ്മ? മോളെ, ഓന്റെ കാര്യമൊന്നും ഇജ്ജ് അത്ര കണക്കാക്കണ്ട. രാവും പകലും ഇല്ലാതെ ഈ നാട്ടുകാർക്ക് വേണ്ടി മണ്ടാൻ ഓനല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അപ്പൊ നേരം കാലം ഒന്നും ഇപ്പൊ കണക്കാക്കാൻ പറ്റൂല. അപ്പൊ തിന്നേം കുടിക്കൊന്നും വേണ്ടേ? നാട്ടുകാർക്ക് വേണ്ടിയിട്ടാ ഓനെ ഈ മണ്ടി പഞ്ഞു നടക്കണത്. അപ്പൊ ഓനക്ക് വേണ്ടി മരിക്കാനും ഈ നാട്ടുകാർ തയ്യാറാ. ഇക്കണ്ട കാലൊക്കെ ഞാനെന്താ ചെയ്തിരുന്നത്? എന്തേനു? എള്ളിയിലൊരു ഓര് ഞാൻ അവിടെ എടുത്തേക്കും ഓനോന്റെ ചങ്ങായിമാർക്കും. ഇജു അതൊക്കെ തന്നെ ചെയ്താൽ മതി. ഒന്നിനും ഓനൊരു പരാതിയില്ല. നിലമ്പൂർ സഖാക്കളെ തല്ലിയപ്പോ നമുക്ക് സമയത്തിന് അവിടെ എത്താൻ പറ്റില്ലല്ലോ സഖാവേ. അത് വലിയ കഷ്ടായി പോയി. ആരോ വരുന്നുണ്ടല്ലോ. സഖാവേ, കുറെ കാലമായില്ല ഈ കാടും മലയും താണ്ടിയുള്ള യാത്ര. സഖാവിന് എത്രയും പെട്ടെന്ന് എല്ലായിടത്തും എത്തിച്ചേരാൻ ഈ ജീപ്പ് ഉപകാരവും. ഏയ്, അതൊന്നും ശരിയാവില്ല. സഖാവിന്റെ സേവനം ആവശ്യമുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയല്ലേ? ഇത് ഉപയോഗിക്കണം. ശരിയാ കുഞ്ഞാലിക്ക. നാളെ നിലമ്പൂര് വെച്ച് നമ്മളെ സഖാക്കളിൽ തല്ലിയപ്പോ നമ്മൾ എത്താൻ വയ്യല്ലേ? ഒരു ജീപ്പ് ഉണ്ടായിരുന്നേ പെട്ടെന്ന് എത്തായിരുന്നല്ലോ. അത് നേരാ. പറഞ്ഞത് ശരിയാ.
കുഞ്ഞാലിക്ക നിങ്ങളെ കാറ്റിന്റെ വേഗത്തിൽ ഏതെത്തിക്കിനെടുത്തും ഞാൻ എത്തിക്കും. നിങ്ങൾ കേറി കുഞ്ഞാലിക്ക. ചെല്ലി കുഞ്ഞാലിക്ക കേറി. കേറി ഇരുന്നാട്ടെ. ശരി. ശരി സാർ. ഇച്ചാത്തി ബാലിനെ വിളിക്കണം. എന്താ കുറ്റിക്കാണ് മുഹമ്മദ് എന്റെ പരിപാടി? ഓനെ തീർക്കണം. അതിന് പറ്റിയത് ഇപ്പൊ മലബാറില് ഇച്ചാത്തി ബാലിനെ ഉള്ളൂ. ഈ പദ്ധതി മുഴുവൻ പറയേ. ഇനി ഒരു പാളിച്ചുണ്ടാകാൻ പാടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാ വരുന്നത്. അന്ന് ആയിഞ്ചമോ നിന്നാൽ ഓൻ തന്നെ ജയിക്കും. ബാലൻ മാത്രം മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒന്നും മിണ്ടാണ്ടിരി. ബാലിന്റെ ആൾക്കാർ മതി. മുട്ടടയ്ക്കുള്ള വഴിയിൽ വെച്ചായിക്കോട്ടെ. അത് മതി, അതായിരിക്കും നല്ലത്. കുഞ്ഞാലിക്ക 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 എന്താ? കുഞ്ഞാലിക്കല്ലേ ഇവിടെ? എത്തിയിട്ടില്ല. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ മൂപ്പരെ കണ്ടു പറഞ്ഞോളാം. കുഞ്ഞാലിക്ക 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 വണ്ടി നിർത്തി. എന്താ കാണാരാ? ഓലെ ഏർപ്പാടാക്കിക്കിന്. എന്താ ഏർപ്പാടാക്കിക്കിന്? നാളെ മുട്ടടയില് പിച്ചാത്തി വാലിനെ. വണ്ടി മുട്ടടയിലേക്ക് തിരിക്കടാ. വേണ്ട, ഞാൻ വരില്ല. അല്ല സഖാവേ, ഇമ്പളൊക്കെ തൊഴിലാളികളാ. തൊഴിലാളികളെ ഒന്നിപ്പിക്കാനല്ലേ ഇമ്പള് കണ്ട പണിയൊക്കെ എടുക്കണത്. അതിനിപ്പോ എന്താ കാണാൻ ഒരു സംശയം? പിന്നെ ഓലെന്തിനാ ഇമ്പളെങ്ങനെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുന്നത്? അത് കാണാറും ചോദിച്ചത് ഒരു ചോദ്യ. തക്കം കിട്ടിയ നമ്മളെ തല്ലാൻ നോക്കിയെടുക്കല്ലോ. അതെ അതെ. ഏത് കാര്യത്തിനും രണ്ടഭിപ്രായം ഉണ്ടാവും. അത് ലോകത്തിന്റെ രീതി അങ്ങനെയാ. ജന്മിമാർക്കും തോട്ടം മുതലാളിമാർക്കും സുഖിച്ചു കഴിയണമെങ്കിൽ പാവപ്പെട്ട തൊഴിലാളി ചോര നീരാക്കി പണിയെടുക്കണം. പണിയെടുക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെങ്കില് തൊഴിലാളികളെ അടിമകളെ പോലെ കാണുന്നതാ സഹിക്കാൻ പറ്റാത്തത്. ലോകത്തിൽ ഇങ്ങനെ കുറെ മുതലാളിമാരും അവരുടെ അടിമകളായ തൊഴിലാളികളും ഉള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായത്. പാവപ്പെട്ട തൊഴിലാളി മനുഷ്യനല്ലേ, അവന് ജീവിക്കാനുള്ള അവകാശം സ്ഥാപിച്ചെടുക്കലാണ് ഇമ്പളെ പണി. ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ കുറെയൊക്കെ മനസ്സിലാവുന്നു. അതെന്താ അങ്ങോട്ട് പറയും. അല്ല, അതിപ്പോ എങ്ങനെയാ പറയാന്നുള്ളത് അതെനിക്കറിഞ്ഞു. അതായത് ഒരു വിഭാഗം കുറെ കാലമായി അനുഭവിച്ചു വരുന്ന സുഖസൗകര്യങ്ങൾ ഇല്ലാണ്ടായാൽ അവര് പിന്നെ എന്ത് ചെയ്യും? എന്താ സംശയം? ഓ നമ്മളെ തല്ലുകയും തരം കിട്ടിയാൽ കൊല്ലുകയും ചെയ്യും. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും നടക്കുന്ന തൊഴിലാളികളുടെ സമരമാണ്. മനുഷ്യനെ പോലെ ജീവിക്കാൻ അവകാശം നേടിയെടുക്കാനുള്ള സമരം. അതിലും ഒറ്റ വാങ്ങണ. ഈയൊക്കെ കൂടി പറഞ്ഞയച്ച ബാലിനെ ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇനി പറഞ്ഞയക്കുമ്പോ കുറച്ചുകൂടി നല്ലൊരുത്തനെ പറഞ്ഞയക്കാൻ നോക്ക്. നിർത്തടാ, ഈ തൊള്ളോർക്കണ്ട. തുറക്കാനാകുമ്പോ ഞാൻ പറയും.
തൽക്കാലം ഈയൊക്കെ ഇരുട്ടത്തും മാളികപ്പുരയിലും കളിച്ചാ മതി. പകല് നാട്ടാരുടെ ഇടയിൽ പ്രവർത്തിക്കാനേ ഈ കുഞ്ഞാലിണ്ട്. പോയി പറഞ്ഞേക്ക എന്റെ ഏമാമാരോട്. കുഞ്ഞാലി അങ്ങനെ ഭർത്താനം പറഞ്ഞു പോയാലോ? ബാലയച്ച ഞാനാ അന്ന ഒതുക്കേ. ഇനി ഒതുക്ക ഈ ആയില്ലടോ. എടാ നാട്ടുകാരുടെ ഇടയിൽ നേതാവാന്നും പറഞ്ഞ് നടന്നാ പോരാ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. പ്രവർത്തിച്ച് തെളിയിക്ക്. അപ്പൊ ഞാൻ അംഗീകരിക്കും ഈ ഒരു ആൺകുട്ടിയാന്ന്. അല്ലാണ്ട് തല്ലാനും കൊല്ലാനാണ് ഭാവെങ്കില് ഇപ്പൊ വാ, തീർക്കാൻ നമുക്ക് കണക്ക്. അതുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് ഗുണം? എന്റെ നാട്ടുകാരും ഞാനും ഉണ്ടാവും നിലമ്പൂരില്, നമുക്ക് കാണാം. എന്നാ കാണിക്കടാ കുറ്റിക്കാടൻ മമ്മതെ. നമ്മുടെ കുഞ്ഞാലിക്കാണല്ലോ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നേ. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിക്ക് അത്യാവശ്യമാണ്. നിങ്ങളിപ്പോ അത് വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാർ മുഴുവൻ ആ കുഞ്ഞാലിന്റെ കൂടിയാ. കാശിന് ഗതിയില്ലാത്ത കുറെ തെണ്ടികളും തൊഴിലാളികളും അവന്റെ കൂടെ കാണും. അത് പേടിക്കണ്ട. കുടുംബത്തിൽ പിറന്ന ആളുകളുടെ വോട്ട് മുഴുവൻ നമുക്ക് കിട്ടും. കിട്ടണം. വീട് വീടാന്തരം കയറി നടന്ന് നമുക്ക് വോട്ട് പിടിക്കണം. ഉമ്മ, ഇത്ര നേരായിട്ടും ഇക്കാനെ കാണാനില്ലല്ലോ. എന്നോട് കളിയും ചീറി തമാശയും പറഞ്ഞ കുത്തിരിക്കാൻ ഓന് നേരണ്ടോ? എലക്ഷൻ അടുത്തില്ലേ, എത്രങ്ങാനും തോട്ടത്തു കൂടെയാണ് ഓന് മനുഷ്യന്മാരെ തെരഞ്ഞു നടക്കേണ്ടത്. വരാതെ കൂല നേരത്തെ. വന്നല്ലോ മോനെ. വാ സൈനവാ, ചായ എടുത്താ. ഇങ്ങോട്ട് കയറിക്കോളി എല്ലാരും. എഴുതാനും വായിക്കാനും അറിയാത്തവനൊക്കെ എങ്ങനെയാണോ വോട്ട് ചെയ്യാ? അതിനല്ലേ ചിഹ്നം. ഓരെല്ലാം കൂടി ഓന്റെ ചിഹ്നത്തിൽ തന്നെ കുത്തും. അങ്ങനെ കുത്തിയാ ഓൻ തന്നെ ജയിക്കും. ആ കുഞ്ഞാലി എങ്ങാനും ജയിച്ച ഈ നാട്ടിൽ എങ്ങനെയാണോ തലയൊട്ടി നടക്കുക? ഓൻ ജയിച്ചാ ഓൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. ഓ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഇപ്പൊ എന്ത് അധികാരമുള്ളത്? മുമ്പുള്ള നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം തമ്പ്രാൻ തന്നെയാ. ഇപ്പൊ ഏതാണ്ട് വിവരം അറിഞ്ഞിട്ടുണ്ടാവും എന്നാ തോന്നുന്നത്. അതിർത്തിയിൽ ഇന്ത്യ ചൈന യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് രാജ്യത്തെ പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും കരുതൽ തടങ്കലിൽ വയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവായി. ഒന്ന് വേഗം വാ മുഹമ്മദേ. കരുതൽ തടങ്കൽ ഉത്തരവ് പ്രകാരം നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനെന്താ, നമുക്ക് പോവാലോ.
മാറിക്കങ്ങോട്ട്. മാറ്. മാറ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് ജയിലിൽ കിടക്കാനാ ഓന്റെ യോഗം. ഇനി അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചില തീരുമാനങ്ങളുണ്ട്. അതെ, ഒരു കടുത്ത തീരുമാനം തന്നെ നമുക്ക് നമ്മൾ തീരുമാനിച്ച് പ്രവർത്തിച്ചു വരുമ്പോഴേക്കും ഓൻ ചെയ്യണ്ടേ ചെയ്യും. ഇതിപ്പോ 1-2 പ്രാവശ്യമല്ലല്ലോ നമുക്ക് അടിപറ്റിയത്. ഇല്ല, ഇനി പാടില്ല. സഖാവ് കുഞ്ഞാലിന്റെ ജീവിതം അവസാനിക്കാറായി. എന്താ എന്ത് അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു എത്ര സമരങ്ങള്, എന്നിട്ടും ഒടുക്കമ്പള പാർട്ടി പിളർന്നില്ലേ? അതിനിപ്പോ നമ്മൾ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞാലിക്ക? മനുഷ്യരാക്കലാണ് നമ്മളെ ലക്ഷ്യം. ആ ആവേശമുള്ളിടത്തോളം കാലം നമ്മൾ പ്രവർത്തിക്കും. മറ്റൊന്നും നമ്മൾ ആലോചിക്കണ്ട. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സഖാവ് കുഞ്ഞാലിയാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. അതെങ്ങനെയാ മാധവേട്ട? സഖാവ് ജയിലല്ലേ? ആയിക്കോട്ടെ, അതിനെന്താ? സഖാവ് ജയിലിലാണെങ്കിലും സഖാവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? എന്താ വിഷയം? സഖാവിന് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറുള്ളവരാ നമ്മളാൾക്കാര്. സഖാവ് നിന്നാ ഉറപ്പായും ജയിച്ചിരിക്കുന്ന പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാ സഖാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചത്. മരിക്കണേന്റെ മുമ്പ് എന്റെ മോനൊന്ന് കണ്ടിട്ട് മരിക്കാൻ കൂടൂല റബ്ബേ. ഉമ്മ അറം പറ്റണ വർത്താനം പറയാതെ ഈ മരുന്ന് അങ്ങ് കഴിച്ചാളി. ഈ ദുനിയാവില് പെറ്റ് വീണാ പിന്നെ എന്താണെങ്കിലും പടച്ചോന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോണ്ടി വരുമല്ലോ. എന്നാലും ഞമ്മക്ക് പെരുത്ത് സന്തോഷമുണ്ട്. എന്തേനു? ലോകം മുഴുവൻ അറിയപ്പെടുന്നേ, എല്ലാവർക്കും സഹായം ചെയ്യണേ ഒരു മോന്റെ തള്ളയാകാൻ കഴിഞ്ഞല്ലോ എനിക്ക്. അതുകൊണ്ടാണല്ലോ ഉമ്മ ജയിലിലായിട്ട് വെക്കാനേ ഞമ്മളെ നാട്ടുകാര് തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചത്. പടച്ചോനെ, എന്നാലും എന്റെ കണ്ണടയിന്റെ മുമ്പ് എന്റെ മോനെ എനിക്കൊന്നും കാണിച്ചു തരൂല റബ്ബേ. ഉമ്മ സമാധാനായിട്ട് ഉറങ്ങിക്കോളി. സഖാവേ, കോൾ അടിച്ചല്ലോ സഖാവേ. എന്താ മോനെ? MLA അല്ലയോ ഇരിക്കുന്നേ? കുഞ്ഞാലിക്ക, കുഞ്ഞാലിക്ക, കുഞ്ഞാലിക്ക ജയിച്ച്, നമ്മളെ കുഞ്ഞാലിക്ക ജയിച്ച്, നമ്മളെ കുഞ്ഞാലിക്ക ജയിച്ച്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സഖാവ് കുഞ്ഞാലി സിന്ദാബാദ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസുർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഹും വഹും ആഫിലൂൻ ലഖദ് ഹക്കൽ ഖൗലു അലാ അക്സരിഹിം വഹും ലാ യുഅ്മിനൂൻ ഇന്നാ ജഅൽനാ ഫീ അഹ്നാകിഹിം അലാലൻ വഹിയ ഇലൽ അദ്കാനി വഹും മുക്മഊൻ വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ വഹശൈനാഹും വഹും ലാ യുബ്സിറൂൻ വസവാഹും അലൈഹിം അൻദർതുഹും അം ലം തുൻദിറഹും ലാ യുഅ്മിനൂൻ ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്ര ഖശിയ الرحمن بالغيب وبشره بمغفرة أجر كريم إنا نحن نحيي الموتى نكتب ما قدموا وآثارهم كل شيء أحصيناه في إمام مبين واضرب لهم مثلا നമ്മളൊക്കെ പലതവണ ശ്രമിച്ചിട്ടും അവനെ ആ കുഞ്ഞാലി ഒതുക്കാൻ കഴിഞ്ഞില്ലല്ലോ. നമ്മളൊക്കെ മീശയും വെച്ച് ആണുങ്ങളാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? മമ്മദിനെ പറഞ്ഞാ മതി. താനൊക്കെ എവിടുത്തെ രാഷ്ട്രീയക്കാരനാടോ? ഒരുത്തൻ ഒതുക്കാനാവില്ലെന്ന് വെച്ചാ? കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാം കാലങ്ങളായി ശ്രമിക്കുന്നതാ. നടക്കാത്തതിന് എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൊല്ലണവനെ.
കുതന്ത്രങ്ങൾ രാഷ്ട്രീയക്കാരനെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നിരുന്ന് ചിന്തിച്ചാൽ വഴി കിട്ടും. ചിന്തിക്കുമ്പോ അവനവന് രക്ഷപ്പെടാനുള്ള വഴിയല്ല ആലോചിക്കേണ്ടത്. ഈ നിലമ്പൂരിൽ ഇനി മനസമാധാനത്തോടെ നമുക്കൊക്കെ കഴിയണമെങ്കിൽ അവന് ഇല്ലായ്മ ചെയ്യണം. നിങ്ങൾക്കാർക്കും അതിനൊരു വഴി കണ്ടെത്താനായില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടവരാ നമ്മളൊക്കെ. അത്രയ്ക്ക് കഴിവുള്ളവരായിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ. വെറുതെ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ആലോചിക്കും. നേരിട്ടൊരു ഏറ്റുമുട്ടൽ അത് സാധിക്കില്ല. അപ്പ പിന്നെ വഴി ഒന്നേയുള്ളൂ. പുരാണത്തിലായാലും ചരിത്രത്തിലായാലും നേരിട്ട് തോൽപ്പിക്കാൻ കഴിയാത്ത ശത്രുവിനെ വകവരുത്തിയിട്ടുള്ളതെല്ലാം ചതിയിലൂടെയാണ്. നിങ്ങളൊന്ന് തെളിച്ചു പറയും. നമുക്ക് പുരാണവും ചരിത്രമൊന്നും വലിയ പിടുത്തല്ല. നേർക്ക് നേർ നിന്ന് പൊരുതിയാൽ കർണനെ ജയിക്കാനാവില്ലെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. മണ്ണിൽ താണുപോയ രഥചക്രം ഉയർത്താനായി ആയുധമില്ലാതെ നിൽക്കുന്ന കർണനെ സമയം പാഴാക്കാതെ വധിക്കാൻ പറഞ്ഞത് കൃഷ്ണൻ. അതും ചതിയായിരുന്നു. നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? ഞമ്മക്കൊരു എത്തിപിടിയും കിട്ടില്ല. ചതിക്കണം. ആയുധമില്ലാതെ നിൽക്കുന്ന നേരത്ത് അവനെ ചതിച്ച് കൊല്ലണം. ഇപ്പൊ ഞമ്മക്ക് മനസ്സിലായി. ഇനി നിലമ്പൂരിന്റെ മണ്ണിൽ കുഞ്ഞാലി ജീവനോടെ ഉണ്ടാവില്ല. ഇതും ഇതിനപ്പുറമുള്ള വീരവാദം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞമ്മള് വീണ്ടും കാണുന്നതിന്റെ മുന്നേ അത് നടന്നിരിക്കും. വീട്ടിലെ തൊഴിലാളി പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുക. INTUC-ക്കാർ സഖാവിനെ വധിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സഖാവ് സൂക്ഷിക്കണം. കൊറേ വട്ടം ഒരു നോക്കിയതല്ലേ നിങ്ങളെ കൊല്ലാൻ. പോവാൻ പറയടാ. ജനിച്ചാൽ ഒരിക്കലും മരിക്കണ്ടേ? ഈ കുഞ്ഞാലീനെ കൊല്ലാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ ആരാന്ന് എനിക്കൊന്ന് കാണണം. ഈ പോയി സിഗരറ്റ് വാങ്ങിക്കൊണ്ട. എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അത് ശരിയാ. അല്ല, ഈ മുഹമ്മദ് സേറ്റ് വാങ്ങാൻ പോയതോ ഉണ്ടാക്കാൻ പോയതോ? ആരാണത്? വീട് സഖാവേ. കുറച്ചു നേരമായിട്ട് അവിടെ ഒരു ഒച്ചാനൊക്കെ കേൾക്കുന്നുണ്ട്. അന്ന ഞാൻ ചതിച്ചല്ല പഹ്യന്മാര്. ആൺകുട്ടിയല്ലാന്ന് തെളിയിച്ച് അല്ലടാ. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും
പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും നേരിനു വേണ്ടി നിതാന്തം ഒരാദർശ പേരിനു വെള്ളവും വളവുമായൂറിയോൻ. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ. പ്രിയമുള്ളതെല്ലാം ഒരു ജ്വല സ്വപ്നത്തിനൂർജമായി ഊട്ടിയോ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി.